ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉദ്യോഗസ്ഥർ ആരുടെയോ അടിമകളല്ല. അവർ സ്വന്തം ബുദ്ധ്യ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്പിലും അവർ വിശകലനം ചെയ്യുകയും അവർക്ക് ബോധ്യം വരുന്ന കാര്യം ഫയലിൽ രേഖപ്പെടുത്തുകയും മീറ്റിംഗിലും മന്ത്രിമാരോട് പറയുകയും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതാണ് ആ സർവീസിന്റെ ചാർട്ടർ. ഇല്ലെങ്കിൽ സംസ്ഥാന സർവീസ് തന്നെ ധാരാളം മതിയല്ലോ. അപ്പൊ ആ കൾച്ചർ അവസാനിപ്പിക്കാനും ഈ ചോദ്യങ്ങളില്ലാത്ത കുറെ അടിമകളെ സൃഷ്ടിക്കാനും ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആഴം എത്രയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാനത് തമാശയായിട്ട് പറഞ്ഞല്ല, ഈ മഹാന്മാരായ EMSഉം അച്യുതമേനനും അങ്ങനെയുള്ള യുഗപ്രഭാവന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരിരുന്ന ഒരു നാടാണ്. അവിടെ ചെന്നിട്ട് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ അവരോടൊപ്പം സേവനം അനുഷ്ഠിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ ചെന്നിട്ട് 2 പ്രശംസാ വചനം നിങ്ങൾ പറഞ്ഞാൽ അവർ സഹിച്ചെന്നിരിക്കും. 3ാമതൊരെണ്ണം പറയുമ്പോൾ അവർ നിർത്ത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിമാരുടെ നാടാണിത്. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, സംസ്ഥാന സർവീസിലെ ഒരു അസോസിയേഷൻ വാഴ്ത്തിപ്പാടിക്കൊണ്ട് പിന്നെ വലിയൊരു ഗാനമേള മാതിരി പ്രിപ്പയർ ചെയ്ത് അസോസിയേഷൻ അവതരിപ്പിക്കുന്നതും അതിന്റെ പ്രിപ്പറേഷൻസും എല്ലാം സെക്രട്ടേറിയറ്റിൽ കാണാനിടയായി. അപ്പോൾ ഒറ്റപ്പെട്ടതാണെങ്കിലും ഞാൻ പറയാൻ മടിക്കുന്നു, ചില അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതുപോലെ നമുക്കും കൂടി ഒന്ന് സംഘടിപ്പിച്ച് കളയാമായിരുന്നു, നമുക്കും കൂടി ഈ കോറസിൽ അത് പറഞ്ഞു വിലക്കണ്ട, നിങ്ങളുടെ ജോലി അതല്ല. രാവിലെ ഒരു മെജോറിറ്റിയുമായിട്ട് സംസ്ഥാനത്ത് നിയമസഭയുടെ വിശ്വാസം തേടി വരുന്ന ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ അധികാരം ഒഴിഞ്ഞ് വീട്ടിലേക്ക് സാധാരണ മനുഷ്യനായിട്ട് പോകുന്ന ഒരു സാധാരണ മനുഷ്യനെ, ഒരു സാധാരണക്കാരനാണ് തെരഞ്ഞെടുപ്പിലൂടെ അധികാരിയായിട്ട് വരുന്നത്. ആ ഭരണഘടനാ സ്ഥാനം വഹിക്കുമ്പോൾ നമ്മൾ അവരെ അങ്ങേയറ്റം ബഹുമാനിക്കും. പക്ഷെ അതിന്റെ അർത്ഥം അവരുടെ വ്യക്തിത്വത്തെ വാഴ്ത്തിപ്പാടുക എന്നുള്ളതല്ല. അത് നിങ്ങളുടെ ജോലിയല്ല, മേലാൽ ഇത് മിണ്ടിയേക്കരുതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട സന്ദർഭം പോലും കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ ഈ അവകാശ പോരാട്ടങ്ങൾ നടക്കുന്നതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനത് സംഗതി വെച്ചാൽ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അപ്പോൾ അപകടകരമായ പല കാര്യങ്ങളിലേക്കും സിവിൽ സർവീസ് നീങ്ങിയതിന്റെ ഫലമാണ് എല്ലാവരും തങ്ങളുടെ അടിമകളാണെന്നും ഇങ്ങോട്ട് ചോദിച്ചു മാത്രം എല്ലാം ചെയ്താൽ മതിയെന്നുള്ള ഒരു മുഷ്കിലൂന്നിയിട്ടുള്ള ഒരു രാജകീയ ഭരണകാലത്തെ സമീപനം. ആ സമീപനം മറ്റു പലതിനെയും പുറന്തള്ളുന്നത് പോലെ ഈ മെയ് 4-ന് പുറത്തു വരുന്ന ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറന്തള്ളുകയും തിരുത്തുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.